നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം, ഇന്നത്തെ മാർക്കറ്റിലായാലും മുൻപ് തന്നെ സംഭവിച്ചു നോക്കാം. നമ്മൾ നിഫ്റ്റിയിലായാലും മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് പറഞ്ഞിരുന്നു. ആ ഒരു സപ്പോർട്ടിന്റെ മുകളിൽ നിഫ്റ്റിയിലായാലും ആ ഒരു ബൈസിന്റെ മേലാണ് നിഫ്റ്റിയിലായാലും യൂട്ടിലൈസ് ചെയ്യണത് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഗ്യാപ് ഡൗൺ ആണ്. ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തവർക്ക് വലിയൊരു നഷ്ടം മാർക്കറ്റിൽ സംഭവിച്ചു കാണും, വലിയൊരു മൂവ്മെന്റ് മിസ്സായി കാണും. ഇപ്പോഴും മാർക്കറ്റിൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ട റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചാണ് ഇതൊരു സപ്പോർട്ടിലാണ്. ബാങ്ക് നിഫ്റ്റി ആയാലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും അതൊരു സപ്പോർട്ടിലാണെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ആണ്. മാത്രമല്ല 46,700 ഇതിന്റെ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ ബൈയിലൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ ഇത് വ്യക്തമായി സൂചിപ്പിച്ചായിരുന്നു. ഇതിന്റെ മുകളിൽ ബൈ ആണ്. ഹയർ ലെവലിലേക്ക് വേറെ റെസിസ്റ്റൻസ് ലെവലില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം കൃത്യമായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് പോയിന്റ് നമുക്ക് ഇനി ഇല്ല. വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും റെസിസ്റ്റൻസ് പോയിന്റ് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും അതുപോലെ തന്നെയാണ്. നിഫ്റ്റിയിലായാലും ട്രെൻഡ് റിവേഴ്സലിന്റെ ഏരിയ, ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഏരിയ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ആ ഒരു ഏരിയയുടെ താഴത്തേക്ക് നിഫ്റ്റിയിലും വന്നിരുന്നില്ല. അതിനുശേഷം 20,060 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ ബൈ സെന്റിമെന്റിലാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ലെവലിലെ ബൈ സെന്റിമെന്റിലായാലും അത്ര വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കാരണം നിഫ്റ്റിയിലായാലും പല മേജറായിട്ടുള്ള ഒരു സ്റ്റോക്കുകൾ വലിയൊരു മൊമെന്റം കാണിച്ചിട്ടില്ല, വലിയൊരു അപ്പ് മൂവ്മെന്റ് കാണിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൊമെന്റത്തിൽ തന്നെയായിരുന്നു, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെയായിരുന്നു. നമ്മൾ സൂചിപ്പിച്ചായിരുന്നു 830 മുകളിലേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നിഫ്റ്റിയുടെ ആ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു പോസിറ്റീവ് മൊമെന്റ് ആണ്. പക്ഷെ ഈ ഒരു ഈ മൂവ്മെന്റ് ആയാലും മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ചെയ്താൽ ഓൾമോസ്റ്റ് ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ബാങ്ക് നിഫ്റ്റി ആയാലും കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിഫ്റ്റി ആയാലും ഇപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയിലായാലും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഏതാണ്, റെസിസ്റ്റൻസ് ഏതാണ്? നിഫ്റ്റിയിലും ഇപ്പോൾ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് മുകളിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. അവസാനത്തെ ഒരു സെക്ഷനിലാണ് ഈ ഒരു സ്ട്രോങ് അപ്പ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് ഫാൾസ് മൂവ്മെന്റ് ആണോ, അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് മൂവ്മെന്റ് ആണോ? ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണോ, ഫാൾസ് ബ്രേക്ക്ഔട്ടോ എന്ന് അറിയാനായിട്ട് ഒരുപാട് ടൂളുകൾ, ഒരുപാട് കാര്യങ്ങൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇപ്പൊ പറയാൻ പോകുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഇത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് ആണോ, ഫാൾസ് ബ്രേക്ക്ഔട്ട് ആണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ സപ്പോർട്ട് ഏതാണ്, ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൊമെന്റത്തിന്റെ ഒരു സപ്പോർട്ട് ഏതാണ്? അപ്പൊ ഈ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇതൊരു ഫാൾസ് മൊമെന്റ് ആണോ എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആയാലും നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഏതാണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഏരിയ, ഏതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്, ഏതിന്റെ താഴെ അല്ലെങ്കിൽ ഏതൊരു ലെവലിന്റെ അടുത്താണ് നമുക്ക് കൂടുതൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതൊരു നിഫ്റ്റി 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. അപ്പോൾ നിഫ്റ്റി ആയാലും ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഈ പറയുന്ന ഒരു സപ്പോർട്ട്, രണ്ട് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ് നൽകുന്നത്. 22,120, 22,120 ഇതൊരു ഫാൾസ് ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ഇത് 22,020 താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ ഇതൊരു ഫാൾസ് മൊമെന്റത്തിനാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ 22,120 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇൻട്രാഡേയിൽ വീക്ക്നെസ് ആണ്. പൊസിഷനിൽ 22,020 താഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസത്തിലൊക്കെ 22,010 പറഞ്ഞിരുന്നത്, പക്ഷെ ഇത് 22,020 കാണുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും മാനേജ് ചെയ്ത് ശ്രദ്ധിക്കാൻ. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും, ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താലും സപ്പോർട്ടിലാണ്. അതുകൊണ്ട് തന്നെ ബൈ ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിലോ വലിയ ടൈം ഫ്രെയിമിലോ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം.
പ്രത്യേകം ശ്രദ്ധിക്കാം, 22,120 താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമുക്ക് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത കൂടുതൽ. ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. കാരണം 22,195, 22,200 എന്ന് പറയുന്ന ഒരു സൈക്കോ ലെവലാണ് വരുന്നത്. ആ ഒരു ലെവലിന്റെ താഴെ ഒരു 5 പോയിന്റ് താഴെയാണ് ഞാൻ ഈ ഒരു ലെവൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ വളരെയധികം ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലാണ് 22,200 എന്ന് പറയുന്ന ഒരു ലെവൽ. അപ്പോൾ നിഫ്റ്റിയിൽ ഇതിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് സാധ്യത, പക്ഷേ സപ്പോർട്ടിനുള്ള ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. 120 താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ ഇൻട്രാഡേയിൽ ചെറിയൊരു വീക്ക്നെസ് ആണ്. വീക്ക്നെസ് തുടങ്ങും. 20,020 നിലനിർത്തുന്നില്ലെങ്കിൽ ഇതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണ്. അല്ലെങ്കിൽ ഇത് ഈ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് 20,120 മുകളിലേക്ക് ബൈസിന്റെ ലെവലാണ്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഇതിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ 22,200 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യും. ഇന്നത്തെ ക്ലോസിംഗ് 22,200 താഴെയാണ്. ഇവിടെ റോങ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ 22,200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടില്ലേ, 200 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് വരുന്നത്. ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ലെവലാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിലായാലും മേജർ ആയിട്ടുള്ള സ്റ്റോക്കുകളിലൊന്നും ബൈ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇൻട്രാഡേയിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻട്രാഡേയിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഒരു കാരണവശാലും പൊസിഷൻ ഹോൾഡ് ചെയ്യാതിരിക്കുക. കാരണം നിഫ്റ്റിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് ഒരു മൊമെന്റം അങ്ങനെയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഈ ഒരു പോസിറ്റീവ് മൊമെന്റത്തിന് നിലനിർത്തേണ്ട ലോവർ ലെവൽ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് 46,800 46,800. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ സ്ട്രോങ് ആണ്. പക്ഷേ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ തന്നെ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് താഴെയായാലും ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് വരുന്നത്. $46,675 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ നിഫ്റ്റിനെയൊക്കെ മാനേജ് ചെയ്യുന്ന രീതി തന്നെ ഫോളോ ചെയ്യുക. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 47,080. ഇതിന് താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകാനില്ല. വരും ദിവസത്തെ ഒരു അപ്ഡേറ്റിൽ ഹയർ ലെവൽ റെസിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഒരു താഴെയാണെങ്കിൽ എപ്പോഴും ഷോർട്ട് സെല്ലാണ് സാധ്യത കൂടുതൽ. 46,920 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതിൻ്റെ ഒരു താഴത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ഒരു കാരണവശാലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് 46,920 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ തന്നെ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവൽ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ ദിവസമായിട്ട് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.